വാർത്തയിലേക്ക് തിരിച്ചു വരാം. മറ്റു വാർത്തകൾ നോക്കാം. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനായുള്ള തിരച്ചിൽ തുടരുന്നു. റഡാറിൽ ലോഹഭാഗം കണ്ടെത്തിയ പ്രദേശത്ത് മണ്ണു നീക്കി പരിശോധന തുടരുകയാണ്. നാവികസേനയുടെ നേതൃത്വത്തിൽ പുഴയിലും തിരച്ചിൽ നടത്തുന്നുണ്ട്. രക്ഷാദൌത്യത്തിന് ബെൽഗാവിയിൽ നിന്നുള്ള സൈന്യം എത്തും. അതേസമയം അർജുന്റെ രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. വിവരങ്ങളുമായി മേഘ്ന മുരളി ചേരുന്നുണ്ട്. മേഘ്ന, എപ്പോഴാണ് ഈ സൈന്യം എത്തുന്നത്? എന്തുകൊണ്ടാണ് സൈന്യം ഇത്തരത്തിൽ വൈകാൻ കാരണം? രക്ഷാപ്രവർത്തനം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആതിര, കർണാടകയിൽ മലയാളി അടക്കമുള്ള ഈ മണ്ണിനടിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനവും തിരച്ചിലും ദ്രുതഗതിയിൽ നടക്കുകയാണ്. 124 മണിക്കൂർ, അതായത് 6 ദിവസം പിന്നിടുന്നു ഇവർ മണ്ണിനടിയിലായിട്ട്, അല്ലെങ്കിൽ ഈ തിരച്ചിൽ തുടങ്ങിയിട്ട് 6 ദിവസങ്ങൾ പിന്നിടുന്നു. ഇപ്പോഴും ഇവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ നദിയിലും മണ്ണിടിഞ്ഞ ഭാഗത്തുമാണ് ഒരേ സമയത്ത് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കാലാവസ്ഥ കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. കനത്ത മഴ പെയ്യുന്നു, ഗംഗാവാലി നദി കരകവിഞ്ഞൊഴുകുന്നു, അല്ലെങ്കിൽ കലങ്ങി ഒഴുകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത് രക്ഷാപ്രവർത്തനത്തിന് വലിയ തരത്തിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്ന് രാവിലെ 7:30 തൊട്ടാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഒരു വ്യക്തമായിട്ട് എവിടെ അർജുൻ അടക്കമുള്ള മണ്ണിനടിയിലായിട്ടുള്ളവർ എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പുതുതായി വരുന്ന വാർത്ത എന്ന് പറയുന്നത് നേവിയുടെ നേതൃത്വത്തിലുള്ള സ്കൂബ ടീം ഗംഗാവാലി നദിയിൽ പരിശോധന നടത്തുകയാണ്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും ഗംഗാവാലി നദിയിൽ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഒരു ലോറി അടക്കമുള്ള അർജുൻ ഈ ഒരു നദിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളതായിരുന്നു ഒരു വിലയിരുത്തൽ ഉണ്ടായത്. അതിനുശേഷം വീണ്ടും ഒരു രണ്ടാം ഘട്ടമായിട്ടാണ് ഗംഗാവാലി നദിയിൽ വീണ്ടും പരിശോധന നടത്തുന്നത്. കാരണം നേരത്തെയുള്ള ഒരു വിലയിരുത്തൽ, നേവി സംഘത്തിന്റെ അടക്കം വിലയിരുത്തൽ എന്ന് പറയുന്നത് ഈ വാഹനം എന്ന് പറയുന്നത് മരങ്ങളടക്കം ഉള്ള ഒരു ലോഡടക്കം നിറച്ചുകൊണ്ടുള്ള വാഹനമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിൽ നദിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങളടക്കം കാണേണ്ടതുണ്ട്. പക്ഷേ അത് കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നേവി അംഗങ്ങൾ, ഈ സ്കൂബ ടീം അംഗങ്ങളടക്കം ഈ ഒരു തിരച്ചിൽ, ഗംഗാവാലി നദിയിലെ തിരച്ചിൽ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീണ്ടും ഒരു രണ്ടാം ഘട്ടം എന്ന രീതിയിലാണ് നദിയിൽ വീണ്ടും പരിശോധന നടത്തുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 7:30 മണിക്ക് തുടങ്ങിയതാണ്, 4-5 മണിക്കൂറുകൾ പിന്നിടുന്നു. അതായത് ഈ പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ട് ലോഹഭാഗം കണ്ടെത്തി, അതായത് വാഹനത്തിന്റെ ബെൻസിന്റെ യന്ത്രഭാഗം എന്ന് കരുതുന്ന ലോഹഭാഗം കണ്ടെത്തിയെടുത്ത് മാർക്ക് ചെയ്ത് പരിശോധന നടത്തുകയും അതിന്റെ ഒരു ഭൂരിഭാഗം മണ്ണും നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വാഹനം അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലെ തുടർന്ന് കാണാതായ അർജുനായുള്ള തിരച്ചിൽ തുടരുകയാണ്. റഡാറിൽ ലോഹഭാഗം കണ്ടെത്തിയ പ്രദേശത്താണ് മണ്ണു നീക്കി പരിശോധന തുടരുന്നത്.